Hello friends, welcome to our channel Malabar Classic Kitchen. ഇന്ന് ഉമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഉമ്മ ഒരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഏത് ഉപയോഗിച്ചിട്ട് അലുവ ഉണ്ടാക്കാൻ പോകുന്നത്? ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ അലുവ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? Come on, let's go to the kitchen. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈത്തപ്പഴ ഹൽവയാണ്. ഇത് നല്ല ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയാണ്. ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഞാനിവിടെ 2 കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള കുരുവൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം 32 എണ്ണമാണ് ഉള്ളത്. ഇനി മെഷറിംഗ് കപ്പിലെ 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. ഇത് നന്നായി കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ആ വെള്ളത്തോടു കൂടി തന്നെ ഒരു മിക്സി ജാറിലോട്ട് ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഹൽവ സെറ്റ് ചെയ്യേണ്ട ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈത്തപ്പഴം ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. ഇത് നന്നായി യോജിപ്പിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അവസാനമായി 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർക്കാം. ഞാൻ മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം നെയ്യ് ചേർക്കുന്നോ അത്രയും സ്വാദാണ് ഈ ഹൽവയ്ക്ക്. നെയ്യൊക്കെ നന്നായി കുടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ചേർക്കണം. ഇത് ചേർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി മിക്സ് ചെയ്ത് അതിനുശേഷം ചേർത്ത് കൊടുക്കുക. ഇനി കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ ഇതിൽ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായി യോജിപ്പിക്കുക. ഇത് പാനിൽ നിന്നും വിട്ടു വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഹൽവ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ട്രേയിലോട്ട് ചേർക്കാം. ഇത് നെയ്യ് തടവിയ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ സ്പാറ്റുല കൊണ്ടോ ഒന്ന് നന്നായി ലെവൽ ചെയ്യുക. ഇതിന്റെ മുകളിൽ ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് സെറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈത്തപ്പഴ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കിത് ഒരു 5-6 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ തന്നെയാണിത്. കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ? ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. യമ്മി, ഇത് അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലേ, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഫ്ലേവേഴ്സ്, see you soon. Bye bye.